നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഒരു സ്മാർട്ട് ടി വി ആണ്. തോംസന്റെ 40 ഇഞ്ച് ഉള്ള ഒരു സ്മാർട്ട് ടി വി ആണ്. B9 സീരീസ് പ്രോ ആ ഒരു സീരീസിൽ വരുന്ന ഒരു സ്മാർട്ട് ടി വി ആണ്. ഇനി നിങ്ങളൊരു പക്ഷേ ടി വി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ടി വിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇനി സ്മാർട്ട് ടി വികളുടെ കാലഘട്ടമാണ് വരുന്നത്. നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന പ്രൈസ് 40 ഇഞ്ച് ടി വിക്ക് 20,000 രൂപയാണ് വിലയുള്ളത്. ടി വി കാണാം, ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാം, അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് ഈ തോംസൻ്റെ ഒരു സ്മാർട്ട് ടി വി. നമുക്ക് എന്തായാലും തുറന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഒന്ന് ഇത് കണ്ടു നോക്കണം. നമുക്ക് നോക്കളെ. വാൾ മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്ക്രൂസും ബാക്കി ആക്സറീസുമാണ് ഈ കാണുന്നത്. ദെൻ റിമോട്ടും അതേപോലെ തന്നെ നമ്മുടെ ടി വി സ്റ്റാൻഡുമാണ് ഈ കാണുന്നത്. കൂടാതെ അതിൻ്റെ വാറൻറ്റി കാർഡും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസുമാണ് ഈ പാക്കിലിട്ട് ഉള്ളത്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ലെഗ് ഫിറ്റ് ചെയ്യുന്ന സൈഡിൽ തന്നെയാണ് 2 സ്പീക്കർ സിസ്റ്റമാണ് ഈ ഒരു ടി വിക്കുള്ളത്. ഈ 2 സ്പീക്കർ സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സ്റ്റാൻഡ് നമുക്കിതിലേക്കൊന്ന് ഫിറ്റ് ചെയ്യാം. നമുക്കിതിൽ തന്നെ 2 USB പോർട്ടുകൾ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, 2 USB പോർട്ടുകളാണുള്ളത്. അതേപോലെ തന്നെ 2 AVI പോർട്ടുകളുമുണ്ട്. ഈ AVI പോർട്ടുകൾ നമ്മൾ വിളിക്കുന്നത് കോമ്പോസിറ്റ് ഇൻ എന്നാണ്. ഇപ്പം അറിയാമല്ലോ, ഇപ്പോൾ എല്ലാ ആളുകളും ഇപ്പോൾ സെറ്റ് ഓഫ് ബോക്സ് എന്നൊക്കെ ആണെങ്കിൽ AVI പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് HD മോഡിലേക്ക് മാറിയത് കാരണം ഇപ്പോൾ എല്ലാവരും HDMI പോർട്ടുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇതിൽ 2 AVI പോർട്ടുകളുമാണ് ഉള്ളത്. ഇനി നമുക്ക് മറ്റൊരു പോർഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെയാണ് പവർ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇയർഫോൺ ഔട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ ഇൻ്റർനെറ്റ് കേബിൾ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ദെൻ CVBS ഔട്ട് നമുക്കുണ്ട്. അതേപോലെ തന്നെ ഓഡിയോ ഔട്ട് എടുക്കാൻ സാധിക്കും. ഈ ഓഡിയോ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ നോർമലി എന്തെങ്കിലും മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഹോം തിയേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ 3 HDMI പോർട്ടുകളുമാണ് ഈ ഒരു ടി വിക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, HDMI പോർട്ടുകളിലേക്കാണ് ഇനിയുള്ള സെറ്റ് ഓഫ് ബോക്സ് എന്നൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഒന്നുകൂടെ പെർഫെക്റ്റ് ആവുകയും ചെയ്യും. ദെൻ TV ഔട്ട് നമ്മൾ നോർമൽ കേസിൽ പണ്ട് ഉപയോഗിച്ച TV ഔട്ടാണ്. പക്ഷേ ഇനി ഇതിൻ്റെ ഒരു കാലം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. ഇതൊരു കാര്യം, പ്യുവർ പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ ബോഡി എന്ന് പറയാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 19,990 രൂപയാണ്. ആ ഒരു പ്രൈസിൽ ഒരു 40 ഇഞ്ച് സ്മാർട്ട് TV എന്ന് നമുക്കിതിനെ പറയാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മറ്റൊരു മെനു പോർഷനിലേക്കൊന്ന് ശ്രദ്ധിക്കാം. സൈഡിൽ തന്നെ നമുക്ക് മെനു പോർഷൻ കാണാൻ സാധിക്കുന്നതാണ്. പവർ, ഓൺ ആൻഡ് ഓഫ്, മെനു, ചാനൽ, പ്ലസ് ആൻഡ് മൈനസ്, അതേപോലെ തന്നെ വോളിയം കൺട്രോളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ TV അങ്ങനെ ഓണായിട്ട് വന്നിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി. നമുക്ക് ഇതിൻ്റെ ഒരു മെനു സെറ്റിങ്സിലേക്ക് നോക്കാം. റിമോട്ടിൽ വലിയൊരു സ്പെഷ്യാലിറ്റികളൊന്നും നമുക്ക് പറയാനില്ല. കാരണം സാധാരണ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിമോട്ടൊന്നുമല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന ഏരിയയിലേക്ക് വരാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, യൂസർ ഇൻ്റർഫേസ് വളരെ ഈസിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് കാണാൻ സാധിക്കും ഞാൻ നെറ്റ്വർക്ക് എടുക്കുകയാണ്. ഓൾറെഡി ഞാനൊരു എതർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻ്റർനെറ്റ് കണക്ട് ആണ്. നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇനി ഈ ഒരു ഇതിൽ നമുക്ക് വൈഫൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ വൈഫൈ ഹോട്ട്സ്പോട്ട് നമുക്ക് ഓൺ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വൈഫൈ ഹോട്ട്സ്പോട്ട് ഞാനൊന്ന് ഓൺ ചെയ്യാം. തൊട്ടടുത്ത മെനുവിലേക്ക് വരികയാണെങ്കിൽ ആപ്സ് എന്ന ഒരു മെനു ആണ് കാണുന്നത്. ഞാൻ അതിലേക്കൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്പ് സ്റ്റോർ ഉണ്ട്. അതേപോലെ തന്നെ ക്രിക്കറ്റ്, അതായത് ഇതിൽ ഓൾറെഡി കുറച്ച് വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കുകയും ദെൻ അതേപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽബങ്ങളും ഇംഗ്ലീഷ് ആൽബത്തിൻ്റെയൊക്കെ പാട്ടൊക്കെയാണെന്നുണ്ടെങ്കിലും വീഡിയോയിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സെപ്പറേറ്റ് സ്പോർട്സിനാണെന്നുണ്ടെങ്കിലും ഒരു പർച്ചേസിനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക, മ്യൂസിക്കിനാണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാബുകളാണ് ഉള്ളത്. ഇപ്പോൾ വീഡിയോയുടെ ടാബിലാണ് നമ്മൾ നോക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോകൾ, ഫിലിംസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. നമുക്കിനി ആപ്ലിക്കേഷൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുന്ന യൂട്യൂബിലാണ്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ. അതേപോലെ ഹോട്ട്സ്റ്റാർ അറിയാലോ, ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ തന്നെ എല്ലാ പരിപാടികളും ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. VLC പ്ലെയർ, അതേപോലെ നെറ്റ്ഫ്ലിക്സ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷനുകളാണ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് എന്തായാലും
നമ്മളുടെ സ്ഥിരം യൂട്യൂബ് ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബിൻ്റെ ആ മെനു ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോസ് സെർച്ച് ചെയ്യാൻ സാധിക്കും. മേളിൽ തന്നെ ഒരു സെർച്ച് ബാറുണ്ട്. യാ നമുക്ക് നമ്മളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യെസ്, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോസ് സെർച്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ പല ടി വികളിലും കാണിച്ചിരുന്ന അതേ പ്രത്യേകതകൾ തന്നെയാണ് ഇതിലും ഉള്ളത്. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 720p ജസ്റ്റ് ഒന്ന് നല്ലൊരു ക്വാളിറ്റി തന്നെ. ഡിപ്പെൻസ് ഓൺ ഒരു കാര്യം, ഇങ്ങനത്തെ ടി വികൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡിപ്പെൻസ് ഓൺ ഇൻ്റർനെറ്റ് സ്പീഡിനെ അനുസരിച്ചിട്ടാണ് എപ്പോഴും യൂട്യൂബ് വീഡിയോയുടെ ക്വാളിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലൊരു ഡൈനാമിക് കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. ആ ഡൈനാമിക് കോൺട്രാസ്റ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് നമ്മളുടെ യൂട്യൂബ് വീഡിയോ. എപ്പോഴും പറയണ പോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോളുക. ഇനി നമുക്ക് മറ്റൊരു മെനുവിലേക്ക് ഒന്ന് പോകാം. എന്തായാലും ഹോട്ട്സ്റ്റാർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹോട്ട്സ്റ്റാറിൽ തന്നെ കാണാൻ സാധിക്കും സ്പോർട്സുകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മൂവീസൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും അട്രാക്ഷൻ എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ പ്രൈസാണ്. 19,990 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ലിങ്കിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുകയും ചെയ്യുന്നുണ്ട്. മിറാകാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ, ഫോർ എക്സാമ്പിൾ മൊബൈലുകളാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റംസ് ആകാം, ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് മിറാകാസ്റ്റ് വഴി എന്ന ടെക്നോളജി വഴി ഈ ഒരു ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഒരു വിഷയം മൊബൈൽ ഫോണുകൾ തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ്. റിമോട്ടിൽ നമുക്ക് ഒരു പ്രത്യേകതകളും പ്രത്യേകിച്ചൊരു പ്രത്യേകതകളും കാണാൻ സാധിക്കുന്നില്ല. സാധാരണ ഒരു റിമോട്ട് തന്നെയാണ്. ദെൻ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോഡിയാണ്, മെറ്റൽ ബോഡിയല്ല. ദെൻ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടത് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ബ്രൗസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ടി വിയെ നമുക്കൊരു ബ്രൗസിങ് വിൻഡോ ആയിട്ട് മാറ്റാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ USB പോർട്ട് ഉണ്ട്. ഈ USB പോർട്ടിലേക്ക് ഒരു കീബോർഡ് കണക്ട് ചെയ്യുക. കീബോർഡ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ സാധാരണ ബ്രൗസ് ചെയ്യണ പോലെ നമുക്ക് ബ്രൗസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടോപ്പിൽ തന്നെ എൻ്റെ വെബ്സൈറ്റിൻ്റെ URL ഞാൻ അടിക്കുകയാണ്. ibadutech.com. ഞാൻ കീബോർഡ് വഴിയാണ് ടൈപ്പ് ചെയ്യുന്നത്. ദെൻ എൻ്റർ അടിക്കുന്നു. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു ബ്രൗസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ടി വി ഉപയോഗിക്കാവുന്നതാണ്. എക്സ്റ്റേണലി നിങ്ങൾക്ക് കീബോർഡ് വഴിയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിമോട്ട് വഴി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ടി വി വളരെ കുറഞ്ഞ ഒരു എമൗണ്ടിൽ ലഭിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പറ്റിയപ്പോൾ സന്തോഷം. ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.